ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് ആയിരുന്നു. അപ്പൊ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഇത് കേട്ടോ. അപ്പം ഇത് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ അത് RISC-V അസംബ്ലി പ്രോഗ്രാമിംഗിൽ എഴുതാനും അതുപോലെ ഹൈ ലെവൽ കോഡ് തന്നിട്ട് കൺവേർട്ട് ടു RISC-V അസംബ്ലി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്യാനും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടീഷണൽ ബ്രാഞ്ചിങ്, ഇഫ് എൽസ് ഇഫ് അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ലൂപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലൂപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ എന്താണ് ലൂപ്പ്. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത് വരെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, ഒരു കണ്ടീഷൻ നമ്മളിപ്പോ 5 തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം എന്ന് നമ്മൾ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 തവണ അത് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ അത്ര ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യുന്നു, അതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? വൈല്, ഡു വൈല്, അതുപോലെ ഫോർ ലൂപ്പ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ്. നമുക്ക് വൈൽ ലൂപ്സ് ഉണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ഉണ്ട്. ഓക്കെ, അപ്പൊ വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു കണ്ടീഷൻ മീറ്റ് ആവുന്നത് വരേക്കും ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് അതിന്റെ എക്സിക്യൂഷൻ നിൽക്കണമെങ്കിൽ ആ കണ്ടീഷൻ എന്താ പറയാ മെറ്റ് ആവരുത്. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ മെറ്റ് ആയിട്ടില്ല പറയുകയാണെങ്കിൽ അവിടെ ആ ഒരു എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Determines the power of x such that 2 raised to x is equal to 128. Okay, 2 raised to x is equal to 128 എന്നാണ് നമുക്ക് കണ്ടീഷൻ ഉള്ളത്. ഓക്കെ, ഇതില് എക്സിന്റെ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സിന്റെ വാല്യൂ എത്രയാണ്? അപ്പൊ നമ്മൾക്ക് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ എത്ര ലൂപ്പ് വേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അതായത് 2 raised to 1 ആണോ 128, അതോ 2 raised to 2 ആണോ 128, അതോ 2 raised to 3 ആണോ 128? അപ്പൊ അതാണ് നമ്മൾ എത്ര ആ എക്സിന്റെ പൊസിഷനിൽ എന്ത് വാല്യൂ ആണ് വരിക, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് 2 വേരിയബിൾസ് വേണം. ഒന്ന് പവർ. ഓക്കെ, ടോട്ടൽ ആ പവറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഈ പവർ എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ് കേട്ടോ. പവറിന്റെ വാല്യൂ 128 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പവർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ വേണം. ആ പവർ നമ്മൾ ആദ്യം അത് 1 ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഇന്റ് പവർ ഈക്വൽ ടു 1. ദെൻ അടുത്തത് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട് അല്ലെ. അതായത് ഈ 2 raised to x എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആ എക്സിന്റെ വാല്യൂ നമ്മൾ 0 എന്ന് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ 0, എക്സ് ഈക്വൽ ടു 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് 2 raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ് അല്ലെ. അപ്പൊ അങ്ങനെ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സിന്റെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പവറിന്റെ വാല്യൂ 128 ആവുന്നത് വരെയാണ് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പവർ എന്ന് പറയുമ്പോൾ ഈ നമുക്ക് ഔട്ട്പുട്ട് വാല്യൂ അല്ലെ, ഈ കിട്ടുന്ന വാല്യൂ, ഇതിന്റെ വാല്യൂ 128 എപ്പോ കിട്ടിയോ അപ്പൊ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ പവർ വാല്യൂ നോട്ട് ഈക്വൽ ടു 128 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യം എന്തൊക്കെ ചെയ്യണം? 128 ആവുന്നവരെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോ 128 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, പവറിന്റെ വാല്യൂ പവർ ഈക്വൽ ടു പവർ ഇൻറ്റു 2. പവർ ഇൻറ്റു 2 അത് എന്തിനാ ചെയ്തെന്നുള്ളത് പറഞ്ഞുതരാം, അതിന്റെ ലോജിക് എന്താണെന്നുള്ളത്. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഈ ഒരു 2 ഇക്വേഷൻ ആണ് ഈ ഒരു എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, പവർ ഈക്വൽ ടു പവർ ഇൻറ്റു 2. അതായത് ഇപ്പൊ നമ്മൾ വിചാരിക്കുക പവറിന്റെ വാല്യൂ നമുക്കിപ്പോ 2 raised to 0 ആണ് കൊടുത്തതെന്ന് ഇരിക്കട്ടെ. 2 raised to 0 ആണെങ്കിൽ കിട്ടുന്ന പവർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലെ. ഇനി അടുത്തത് 1 ആണെങ്കിൽ 2 raised to എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ 2 raised to 1 is equal to 2 ആണ്. അടുത്തത് 1 ന് പകരം 2 ആണെങ്കിൽ 2 raised to 2 is equal to 2 raised to 2 equal to 4 അല്ലെ. അടുത്തത് 2 raised to 3 equal to 8. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എന്ത് പാറ്റേൺ ആണ് മനസ്സിലാവുന്നത്? 2ന്റെ വാല്യൂ പവർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ ഇക്വേഷനിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വാല്യൂ അതാണ് പവർ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് 1 ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അടുത്ത പവർ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അതായത് ഈ ഒരു പവറിന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അടുത്ത പവറിന്റെ വാല്യൂ കിട്ടി 2. അതുപോലെ തന്നെ ഈ പവറിന്റെ കൂടെ ഇനി ഒരു 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഒരു 4 വാല്യൂ കിട്ടി. ഈ 4ന്റെ കൂടെ ഇനി ഒരു 2 മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 8 കിട്ടി. അടുത്തത് 2⁴ എന്ന് പറയുമ്പോൾ 16 ആണ്. അപ്പൊ 16 കിട്ടും. 8 into 2 ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കൊരു കോമൺ ഇക്വേഷൻ ആണ് പവർ ഇൻറ്റു 2. പവറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ പവർ ഇൻറ്റു 2 തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ആ ഇക്വേഷൻ ആണ് ഈ ഒരു വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വാല്യൂ നമുക്ക് ചെയ്ത് ഈ p = p × 2 എന്നുള്ളത് ചെയ്ത് ഈ ഒരു 8 16 എന്നൊക്കെ പോയി 128 കിട്ടുന്നത് വരെ നമുക്ക് ചെയ്യണം. ഓക്കെ, പവറിന്റെ വാല്യൂ നമുക്ക് 128 ആണ് വേണ്ടത്. അപ്പൊ പവറിന്റെ വാല്യൂ 128 ആവുന്നത് വരെയാണ് ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും നോക്കുക, 2⁻², ഇവിടെ എക്സിന്റെ വാല്യൂ 0 ആണ് അല്ലെ. ഇവിടത്തെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2⁻1 ആണ്, 1 ആണ്. ഇവിടത്തെ എക്സിന്റെ വാല്യൂ ഈസ് 2⁻2 ആണ്. ഇവിടത്തെ എക്സിന്റെ വാല്യൂ ഈസ് 3 ആണ് അല്ലെ. അപ്പൊ ഓരോ പ്രാവശ്യം എക്സ് ഇൻക്രിമെന്റ് ആയി വരുന്നുണ്ട്. സോ അതാണ് ഈ x = x + 1, 0 1 2 3 എന്ന് പറഞ്ഞതുപോലെ ഇൻക്രിമെന്റ് ചെയ്ത് വരുന്നുണ്ട്. ആ ഇൻക്രിമെന്റ് ചെയ്തിട്ട് പവറിന്റെ വാല്യൂ 128 ആവുമ്പോ ഇപ്പൊ 2⁻, എന്തോ ഒരു വാല്യൂ നമ്മൾ x = x + 1 ചെയ്ത് വരുമ്പോ നമുക്ക് 128 കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോഡ് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പൊ 128 ആയിട്ടില്ല എങ്കിൽ, 128 അല്ലെങ്കിൽ, ഓക്കെ, പവർ നോട്ട് ഈക്വൽ ടു 128 ആണെങ്കിൽ പവർ ഈക്വൽ ടു പവർ ഇൻറ്റു 2 ചെയ്യുക, x = x + 1 ചെയ്യുക. ഇതാണ് അതിന്റെ ഒരു കോഡ്. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കുമ്പോ എക്സിന്റെ വാല്യൂ 7 ആവുമ്പോ, എക്സിന്റെ വാല്യൂ 7 എത്തുമ്പോ നമുക്ക് എന്ത് കിട്ടും? 128 എന്ന് കിട്ടും. എക്സ് വാല്യൂ 7 ആയി കഴിഞ്ഞാൽ നമുക്ക് 128 എന്ന് കിട്ടും. അപ്പോ 7 തവണയാണ് ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ നിങ്ങൾ RISC-V മാറ്റി എഴുതണം. അപ്പൊ വൈൽ ലൂപ്പ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി ഇതിനെങ്ങനെ നിങ്ങൾ RISC-V എഴുതുന്നത്? ഓക്കെ, എഴുതുന്നത് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എത്ര വേരിയബിൾസ് ഉണ്ട്? പവറും എക്സും. അപ്പൊ 2 വേരിയബിൾസ് ആണ്. ആ 2 വേരിയബിൾസിനെയും 2 എന്തിലേക്ക് ആക്കണം? രജിസ്റ്ററിലേക്ക് ആക്കണം. അപ്പൊ S0ന്റെ വാല്യൂ ആണ്, S0യിലാണ് പവർ, S1ലാണ് എക്സ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അത് രണ്ടിനെയും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ള 1ഉം 0 ആയിട്ടാണ്. അപ്പൊ ഇന്റിജർ വാല്യൂനെ നമ്മൾ രജിസ്റ്ററിലേക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ആഡ് ആയി അല്ലെ. അപ്പൊ ആഡ് ആയി S0 0 1. അപ്പൊ പവർ S0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ആണ് അല്ലെ. പവർ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. S0 ഈസ് പവർ. സോ ആഡ് ആയി S0 0 1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? S0 = 0 + 1, അപ്പൊ 1. അപ്പൊ പവർ S0ന്റെ വാല്യൂ പവർ = 1 കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ആഡ് 0 0 കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ആഡ് ആയി കൊടുക്കാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 0 രജിസ്റ്റർ ആണ് അല്ലെ. ഇവിടെയും 0 രജിസ്റ്റർ ആണ്. 2 രജിസ്റ്റർ ഓപ്പറേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ആഡ് ആയി കൊടുക്കാഞ്ഞത്. ഇനി പകരം ഈ 1ന് പകരം നമ്മൾ 0 ഇങ്ങനെ എഴുതുകയാണ്. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് അവിടെ ആഡ് ആയി യൂസ് ചെയ്യണം. കാരണം 0 എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു നമ്പർ ആണ്, കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ZRO0 എന്നുള്ളത് ഒരു രജിസ്റ്ററിന്റെ പേരാണ്. അപ്പൊ 0 രജിസ്റ്ററിന്റെ ഉള്ളിൽ എപ്പോഴും 0 വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പൊ 0 + 0 ആഡ് ചെയ്തിട്ട് S1ലേക്ക് പോകും. S1 എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ. അപ്പൊ അത് 0 ആയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് വൈൽ ലൂപ്പ് ആണ്. വൈൽ ലൂപ്പിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് പവർ വാല്യൂ 128 ഈക്വൽ ടു ഓർ ലെസ് ദാൻ ആണോ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു ആണ്. സോറി, പവറിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോണത് 128. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് 128 എന്ന് പറയുന്ന വാല്യൂ ഏതെങ്കിലും ഒരു രജിസ്റ്ററിൽ കൊണ്ട് സ്റ്റോർ ആക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി വീണ്ടും ആഡ് ആയി യൂസ് ചെയ്തിട്ടുണ്ട്. തൽക്കാലമായിട്ട് ഒരു ടെമ്പററി രജിസ്റ്റർ എടുത്തിട്ടുണ്ട് T0 0 128 ചെയ്ത് എന്ത് വരും? T0 = 0 രജിസ്റ്ററിൽ 0 + 128 ചെയ്ത് T0 will be 128. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൈൽ ലൂപ്പ് ആണ്. വൈൽ ലൂപ്പ് ഇടുക, വൈൽ എന്ന് എഴുതുക, കോളൻ ഇടുക. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനൊക്കെ നമുക്ക് കോളൻ വേണം, ശ്രദ്ധിക്കുക കേട്ടോ. വൈൽ കോളൻ ഇടുക. ഇനി നമുക്ക് തന്നിട്ടുള്ളത് നോട്ട് ഈക്വൽ ടു 128 ആണ്. പവർ നോട്ട് ഈക്വൽ ടു 128 ആണ്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ എന്തെടുക്കണം? അതിന്റെ ഓപ്പോസിറ്റ് എടുക്കണം. അപ്പൊ BNE ആണോ എടുക്കേണ്ടത്? അല്ല, BEQ. ഓക്കെ, അപ്പൊ BEQ എന്താണ് ചെക്ക് ചെയ്യുന്നത്? പവറും 128 ഈക്വൽ ആണോ അല്ലെ. അപ്പൊ പവർ ഉള്ളത് ഏതാണ്? പവർ എന്ന് പറയുന്നത് S0 രജിസ്റ്ററും 128 എന്ന് പറയുന്നത് ഈ ഒരു T0 രജിസ്റ്ററും. അപ്പൊ ചെക്ക് ചെയ്യുന്നത് S0യും T0യും തമ്മിലാണ് കേട്ടോ. അപ്പൊ BEQ S0 T0 ഇത് രണ്ടും ടെസ്റ്റ് ചെയ്യുക ഈക്വൽ ആണോ എന്നുള്ളത്. ഈക്വൽ ആണെങ്കിൽ ഡണ്ണിലേക്ക് പോവുക. ഈക്വൽ ആണെങ്കിൽ ഡൺ. ഓക്കെ, അപ്പൊ അവിടെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും കാണാനില്ല. ഡൺ, നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി ഈക്വൽ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
SLLI ഈക്വൽ അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ടത് ആക്ച്വലി ഇതാണ്, പവർ ഈക്വൽ ടു പവർ ഇൻറ്റു 2 എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ടാവും. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നുള്ളത് ആഡ് ആയി S1, S1, 1. അതായത് S1 എന്ന് പറയുന്നത് എക്സ് ആണ്, 1 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് വാല്യൂ ആണ്. സോ ആ ഒരു S1ലുള്ള എക്സ് പ്ലസ് 1നെയാണ് ഈ S1ൽ തിരിച്ച് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ് ഈ ഒരു ഇക്വേഷന്റെ മീനിങ്. ആഡ് ആയി. ഇനി ഈ SLLI എങ്ങനെ വന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ SLLI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നമ്മള് ലെഫ്റ്റ് ഷിഫ്റ്റ് വെച്ചിട്ട്, അതായത് 2 പൊസിഷൻ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അതായത് നോക്കിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് എക്സാമ്പിൾ നോക്കിക്കോളൂ. ഡെസിമൽ എക്സാമ്പിൾ ഒരു ഡെസിമൽ 5 ആണ്. ഡെസിമൽ 5ന്റെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 101 ആണ്. ആക്ച്വലി 101 ആണ്. നമ്മളത് ഈ പറഞ്ഞ പോലെ ബിറ്റ്സ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബൈറ്റ് എമൗണ്ട് എടുത്തിട്ടുണ്ട്. ഒരു ബൈറ്റ് എന്ന് വെച്ചാൽ 8 ബിറ്റ് ആക്കി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 101. 5ന്റെ ഡെസിമൽ വാല്യൂ ഈസ് 101. ഇനി നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 1 ആണ് കേട്ടോ. ലെഫ്റ്റ് ഷിഫ്റ്റ് SLLI S0, S0, 1. S0-നകത്തുള്ള വാല്യൂവിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റിലേക്ക് ഒരൊറ്റ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്താൽ മതി, ഒരൊറ്റ പ്രാവശ്യം. ഓക്കെ, ഒറ്റ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 1 ഇവിടെ വരും, ഈ 0 ഇവിടെ വരും, ഈ 1 ഇങ്ങോട്ട് വരും. അപ്പൊ ഈ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലാങ്ക് പൊസിഷൻ, ഇവിടെ ഒരു ബ്ലാങ്ക് പൊസിഷൻ ഉണ്ട്. ഒരു ഒറ്റ തവണ ഷിഫ്റ്റ് ചെയ്തു, ബ്ലാങ്ക് പൊസിഷനിലേക്ക് നമ്മള് 0 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇതാണ് 1010. 1010 എന്ന് പറഞ്ഞാൽ എന്തിന്റെ വാല്യൂ ആണിത്? ഏതിന്റെ ബൈനറി വാല്യൂ ആണ്? 10ന്റെ ബൈനറി വാല്യൂ ആണ്. അപ്പൊ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 2 അല്ലേ? അപ്പൊ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലൈ 2 വെച്ച് മൾട്ടിപ്ലൈ ആവും നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 1 ചെയ്താൽ കേട്ടോ. ഒരെണ്ണം നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് എപ്പോഴും അത് ഒരു 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ അത് ആ മൾട്ടിപ്പിൾ ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, മൾട്ടിപ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് SLLI S0, S0, 1 എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. അതിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മളുടെ ആ ഒരു കോഡ്. വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പ് പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തല്ലോ, SLLI, MADI എന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യം വൈൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ബോഡി ഓഫ് ദ ലൂപ്പ് ആദ്യം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യും, അത് കണ്ടീഷൻ ചെക്ക് ചെയ്യണേക്കാൾ മുൻപ് തന്നെ. ഓക്കെ, ഇപ്പൊ സെയിം കോഡ് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ നോക്കുക, ന്റെ ബ്രേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വൈൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, വൈൽ പവർ നോട്ട് ഈക്വൽ ടു 128 എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇവിടത്തേക്ക് മാറ്റുന്ന സമയത്ത് പറഞ്ഞ പോലെ ആദ്യം രജിസ്റ്റേഴ്സ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വേരിയബിൾസ് ഉണ്ടെന്നുള്ളത് നോക്കുക. വേരിയബിൾസ് ഒക്കെ ഇനീഷ്യലൈസ് ചെയ്യുക. വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡായി യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ആഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു, 2 രജിസ്റ്റേഴ്സ്, രജിസ്റ്റർ ടു രജിസ്റ്റർ ആയതുകൊണ്ടാണ് ഇവിടെ ആഡ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ആഡ് ആയി തന്നെ യൂസ് ചെയ്യണമായിരുന്നു. ഓക്കെ, ഇനി 128-ന് നമ്മളൊരു ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, T0 എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മളുടെ വൈലാണ്. വൈലിൽ ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആദ്യം എക്സിക്യൂട്ട് ചെയ്യാനുള്ള 2 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ മാറ്റി എഴുതുക. SLLI S0, S0, 1, ആഡ് S1, S1, 1. ഓക്കെ, അതിനുശേഷം വേണം എന്ത് ചെക്ക് ചെയ്യാൻ? കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്രാഞ്ച് നോട്ട് ഈക്വൽസ് S0, T0 വൈൽ. S0 എന്ന് പറയുന്നത് എത്രയാണ്? S0 എന്ന് പറയുന്നത് പവർ, അതുപോലെ തന്നെ T0 എന്ന് പറയുന്നത് 128. അപ്പോ നമുക്ക് ക്വസ്റ്റ്യനിൽ പവർ നോട്ട് ഈക്വൽ ടു 128 ആണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫോർ ലൂപ്പ് ആണ്. ഫോർ ലൂപ്പ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ഫോർ ലൂപ്പിന്റെ പോലെ തന്നെയാണ്. അതിനകത്ത് ഇനീഷ്യലൈസേഷൻ, അതുപോലെ തന്നെ കണ്ടീഷൻ കൊടുക്കണം. നമ്മളിപ്പം ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ ചെക്ക്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൽ വരുന്ന ചേഞ്ചസ്, വേരിയബിളിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത്, അതാണ് ലൂപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ആണ് ഒരൊറ്റ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ, ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ ആൻഡ് ലൂപ്പ് ഓപ്പറേഷൻ, അതിനുശേഷം സ്റ്റേറ്റ്മെന്റും. ഓക്കെ, അപ്പം നമുക്കറിയാലോ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വെച്ചിട്ടാണ് ഒരു പ്രോഗ്രാമിന്റെ വേരിയബിൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ I = 0 എന്ന് വെച്ചിട്ടാണ് തുടങ്ങുന്നത് അല്ലെ. ഫോർ I = 0, I less than,
n or i++, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ അതാണ് ഇനീഷ്യലൈസേഷൻ. എന്താണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വേരിയബിൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് ആ ലൂപ്പ് ബിഗിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനീഷ്യലൈസേഷൻ. ഓക്കെ, ദെൻ കണ്ടീഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഓരോ ഐട്രേഷൻ കഴിയുമ്പോഴും ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആ ഒരു ടെസ്റ്റിംഗ് ആണ് കണ്ടീഷനകത്ത് വരുന്നത്. കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ലൂപ്പ് വീണ്ടും സെയിം എക്സിക്യൂഷൻ നടത്തും. ഓക്കെ, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ആ ലൂപ്പ് കണ്ടിന്യൂ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, so if the condition is met, the statement in the loop of the body can be executed. Okay, condition meet ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എക്സിക്യൂഷൻ ചെയ്യും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫോർ ലൂപ്പ് റിസ്ക്രൈബിലേക്ക് എഴുതാന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ഫോർ ലൂപ്പ് എങ്ങനെ നമ്മൾ ഹൈ ലെവലിൽ എഴുതുന്നത്, അത് ഈ ഒരു ഫോർമാറ്റ് ആണ് അല്ലെ. നമുക്ക് ഈ ഒരു കോഡ് ജസ്റ്റ് നോക്കാം. int s is equal to 0, int i, then for i equal to 0, i less than 10, i plus അതല്ലെങ്കിൽ i equal to i plus 1 ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അത് ഏതെങ്കിലും ഒന്ന് കൊടുക്കാം നമുക്ക്. ദെൻ ലൂപ്പ് ഒരു 10 ആണ്, i less than 10 ആണ്. സോ നമുക്ക് എന്താ i 0 മുതൽ 9 വരെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ 10 ആയി കഴിഞ്ഞാൽ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ആ ഒരു 9 വരെയുള്ള എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്ത് നടക്കുന്നത്, സം is equal to സം പ്ലസ് i, ഇതാണ് അതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു ഹൈ ലെവൽ കോഡ് വരുന്നത്. ഇനി ഇതിന് എങ്ങനെയാണ് നമ്മൾ റിസ്ക് 5ലേക്ക് മാറ്റുന്നത്? റിസ്ക് 5ലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് ഇനീഷ്യലൈസേഷൻ. ഓക്കെ, ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം, ഏതൊക്കെ വേരിയബിൾസ് ആണെന്നുള്ളത് നോക്കണം. ഓരോ വേരിയബിളിനും ഓരോ രജിസ്റ്റർ കൊടുത്തിട്ട് ആദ്യം അസൈൻ ചെയ്യാം. അപ്പൊ ഇതിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? ഒരു സം ഉണ്ട്, ഒരു ഐ ഉണ്ട് അല്ലെ. അപ്പൊ സം ഐ എന്ന് പറയുന്നത് S0, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഐക്ക് S0 കൊടുക്കാം, അതല്ലെങ്കിൽ സമ്മിന് S0 കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇതിലിപ്പം i equal to S0 കൊടുത്തിട്ടുണ്ട്, സം is equal to S1 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഇനീഷ്യലൈസ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് എടുത്തെഴുതാം. ആദ്യം തന്നെ സം ആണ് നമുക്ക് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണ്? ആഡ് ഐ അല്ലെ. അപ്പൊ ആഡ് ഐ, ഫസ്റ്റ് സ്റ്റെപ്പ് is add i സം 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുക. ആ സം എന്ന് പറയുന്നത് S1 ആണ് അല്ലെ. സോ S1 then 0 രജിസ്റ്റർ then 0. ഈ 0 രജിസ്റ്ററിലെ വാല്യൂ 0 ആണ്. ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് അതൊന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 0 പ്ലസ് ഈ ഒരു 0 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ വാല്യൂ ആണ് S1ൽ പോവുക. അപ്പൊ 0 plus 0 is 0. ഈ ഒരു 0 plus 0 0 എന്ന് പറയുന്നത് S1ലേക്ക് പോകും. ഓക്കെ, അപ്പൊ S1ന്റെ വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി ഐക്ക് ഇവിടെ നമ്മൾ ഇനീഷ്യലൈസേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, ബട്ട് ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ i 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഐന്റെ വാല്യൂ നമുക്ക് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം. സോ ഐന്റെ വാല്യൂ ഇരിക്കുന്നത് S0യിലാണ് അല്ലെ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ് ഐ തന്നെ യൂസ് ചെയ്തിട്ട് S0 രജിസ്റ്ററിലേക്ക് ഇതുപോലെ 0 രജിസ്റ്റർ പ്ലസ് 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താണോ അത് S0യിൽ പോകും. സോ S0 വിൽ ബി 0. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞു. നമ്മുടെ ഇനീഷ്യലൈസേഷനും അതുപോലെ തന്നെ വേരിയബിൾ ഡിക്ലറേഷനും ഒക്കെ കഴിഞ്ഞു, രജിസ്റ്റർ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ i equal to 0 എന്നുള്ള സ്റ്റെപ്പും നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ഫോർ ലൂപ്പിന്റെ ഉള്ളില് i less than 10 ആണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു രജിസ്റ്ററും ഒരു നമ്പറും കൂടിയിട്ട് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എന്താണോ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ, ആ കണ്ടീഷനിലെ വാല്യൂവിനെ ഏതെങ്കിലും തൽക്കാലമായിട്ട് ഒരു രജിസ്റ്ററിലേക്ക് നമുക്ക് അത് സ്റ്റോർ ചെയ്തിടണം. അതിനുവേണ്ടി നമ്മൾ ഒരു ടെമ്പററി രജിസ്റ്റർ എടുത്തിട്ടുണ്ട്, ഒരു ടെമ്പററി രജിസ്റ്റർ T0. ഓക്കെ, നിങ്ങൾക്ക് T0 T1 എന്ന് വേണമെങ്കിലും കൊടുക്കാം, ഒരു ടെമ്പററി രജിസ്റ്റർ ആണെന്നേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനും അഗൈൻ ആഡ് ഐ തന്നെയാണ്. ആഡ് ഐ, അപ്പോ i less than 10 ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ അവിടെ 10നെയാണ് നമ്മൾ ആ ഒരു T0 രജിസ്റ്ററിലേക്ക് ഇടേണ്ടത്. ഓക്കെ, 0 രജിസ്റ്ററിന്റെ ഉള്ളിൽ 0 ഉണ്ടാവും പ്ലസ് ഈ ഒരു കോൺസ്റ്റന്റ് 10, 0 plus 10 ആ ഒരു വാല്യൂ ആണ് T0യിലേക്ക് അസൈൻ ആവുന്നത്. ഓക്കെ, സോ ആഡ് ഐ T0 0 10 കൊടുത്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഇപ്പൊ നമ്മുടെ i equal to 0യും കഴിഞ്ഞു, i less than 10 എന്നുള്ള വാല്യൂവിൽ 10നെ നമ്മളൊരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഫോർ ലൂപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളുടെ റിസ്ക് 5നകത്ത് 4 കോളൻ നമ്മള് വൈൽ കോളൻ, അതുപോലെ തന്നെ ഡു കോളൻ, ഇതൊക്കെ നമുക്ക് ലേബൽ കോളൻ. ഈ ഒരു റിസ്ക് 5നകത്ത് നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് കോളൻ ഇട്ടിട്ടാണ്, അപ്പൊ അത് തെറ്റിക്കരുത്. ഓക്കെ, 4 കോളൻ ഇട്ടു. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, നമുക്കൊരു
കമ്പാരിസൺ ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ഇപ്പൊ നമ്മൾ ഹൈ ലെവലിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ടോ ആ ഓപ്പറേഷന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ലെസ് ദാൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ലെസ് ദാൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഒന്നുമില്ലെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ആവും, അതല്ലെങ്കിൽ ഈക്വൽ ആവും. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആണ് ലെസ് ദാന്റെ ഒരു ഓപ്പോസിറ്റ് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ BLTക്ക് പകരം നമ്മൾ ഇവിടെ എന്താ എടുക്കേണ്ടത്? BGE. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. ഓക്കെ, സോ 4 കോളൻ ഇട്ടു BGE. BGE ടെസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? I ലെസ് ദാൻ 10. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? I രജിസ്റ്റർ S0. ഓക്കെ, then 10 is register. 10 എന്ന് പറയുന്നത് എന്താണ്? 10 is register T0. അപ്പൊ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഈ S0യും T0യും ഗ്രേറ്റർ ദാൻ ആണോ or equal ആണോ? ഗ്രേറ്റർ ദാൻ or equal. S0 is greater than or equal to T0. അപ്പൊ 0 മീൻസ് S0 greater than T0 എന്ന് ചെയ്യുന്നത് BGE യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. BGE S0 T0. ഇനി ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ പറയുക, T0 എന്ന് പറയുന്നത് 10 ആണ്. 10നേക്കാളും മുകളിലായാൽ നമുക്ക് ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണോ? വേണ്ട. അപ്പൊ വേണ്ടെങ്കിൽ നമ്മളുടെ പ്രോഗ്രാം അതോടുകൂടി അവസാനിച്ചു എന്നാണല്ലോ. സോ ഡൺ. അപ്പൊ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഡൺ, അതോടുകൂടി പ്രോഗ്രാം കഴിഞ്ഞു. ഇനിയിപ്പോ ഗ്രേറ്റർ ദാൻ അല്ലാത്ത കേസാണ് നമ്മൾക്ക് ആവശ്യം അല്ലെ. അപ്പൊ ലെസ് ദാൻ ആവുന്ന കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്നത് സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. സം എന്ന് പറയുമ്പോൾ S1 അല്ലെ. S1 ആണ് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. ഇതാണ് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. ഇനി നമ്മുടെ സോഴ്സ് രജിസ്റ്റേഴ്സ് വീണ്ടും സമ്മും ഐയും ആണ്, S1ഉം S0യും. അപ്പോ ആഡ് S1, S1, S0. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ചെയ്യാത്ത ഒരു ഇൻക്രിമെന്റേഷൻ ഈ ഫോർ ലൂപ്പിന്റെ ഉള്ളിലുണ്ട്, അത് നമ്മൾ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആഡ് ഐ. ഐന്റെ വാല്യൂ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S0 ഈക്വൽ ടു S0 പ്ലസ് 1. അതാണ് ആഡ് ഐ S0 1 എന്ന് കൊടുക്കത്തില്ല. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഫോർ ലൂപ്പ് വരുന്നത്. ഈ ഡൺ എന്നുള്ളത് ഗ്രേറ്റർ ആവുന്ന കണ്ടീഷൻ, നമ്മുടെ ഓപ്പോസിറ്റ് കണ്ടീഷൻ എപ്പോ സാറ്റിസ്ഫൈഡ് ആയോ അപ്പൊ അത് ഡൺ ആവും. ഓപ്പോസിറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞു. ഡൺ ഇട്ടിട്ട് കോളൻ ഇടണം കേട്ടോ. ഇനിയിപ്പോ സാറ്റിസ്ഫൈ ചെയ്യാത്ത കണ്ടീഷനിലാണ് നമ്മൾ താഴെയുള്ളത് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് 1-2 വട്ടം നിങ്ങൾ എഴുതിയിട്ടൊന്ന് നോക്കി പഠിക്കുക കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ പറയുക കേട്ടോ. അറേസ് ആണ്. അറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നമുക്ക് ഒരേ ടൈപ്പ് ഓഫ് ഡേറ്റ നമുക്കൊരു ഭാഗത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ സിമിലർ ടൈപ്പ് ഓഫ് ഡേറ്റ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു അറേക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അത് അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആക്സസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കുറെ പേരുടെ നെയിം ആണ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് നെയിം എന്ന് പറഞ്ഞിട്ടൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് എത്ര സൈസ് ആണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാം. മാർക്കാണ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഇപ്പൊ സ്കോർ ഓഫ് 200 എന്ന് നമ്മൾ അതിനെ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്കോർ ഓഫ് 0, സ്കോർ ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു 200 പേരുടെ മാർക്ക് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഓരോ എന്താ പറയാ സ്കോറും ഇരിക്കുന്നത് ഓരോ മെമ്മറി അഡ്രസ്സിലാണ്. ഓക്കെ, അപ്പൊ ഇതിൽ 0th എലമെന്റ്, ഒരു അറേയുടെ 0th എലമെന്റ് ഇരിക്കുന്ന അഡ്രസ്സിനാണ് ബേസ് അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, 0th എലമെന്റ് ഇരിക്കുന്ന ഒരു അറേയുടെ 0th എലമെന്റ് എവിടെയാണോ ഇരിക്കുന്നത് ആ അഡ്രസ് ബേസ് അഡ്രസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഓരോ അറേ എലമെന്റും നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അറേ ഇൻഡെക്സ് ആണ് കേട്ടോ. അപ്പൊ ഈ ഇൻഡെക്സ് ആണ് നമുക്ക് ഈ ഒരു 0 നമ്പർ ഓഫ് ദ എലമെന്റ്സ് ഇൻ ദ അറേ ആണ് അതിന്റെ ലെങ്ത് ഓഫ് ദ അറേ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് 200 സ്കോർസ് ഓഫ് 200 എന്ന് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 200. അപ്പൊ എത്ര എലമെന്റ്സ് ആണ് ഒരു അറേയിലുള്ളത് അതാണ് അതിന്റെ ലെങ്ത്. ഓക്കെ, ആ അറേ എലമെന്റ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ ഇൻഡെക്സ് വെച്ചിട്ടാണ്. അപ്പൊ സ്കോർ ഓഫ് 0, സ്കോർ ഓഫ് 1 എന്ന് പറയുന്നത് പോലെ. ഓക്കെ, ഓരോ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എലമെന്റും ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ അഡ്രസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ 4 ബൈറ്റ് വെച്ചിട്ടാണ്. അപ്പൊ അത് 4 ബൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ A0 എന്ന് പറയുന്ന അഡ്രസ്സിലാണെങ്കിൽ അടുത്ത അഡ്രസ് A4ലാണ്. ഓക്കെ, നമ്മൾ ഇത് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെയാണ് നമ്മൾ ബേസ് അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അറേനെ ആക്സസ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഒരു 2 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് I, ദെൻ രണ്ടാമത്തത് സ്കോർസ് ഓഫ് 200. നമുക്ക് എത്ര 200 വാല്യൂസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സോ 200 സ്കോറുകളാണ്. സോ സ്കോർസ് ഓഫ് 200 എന്ന് പറഞ്ഞിട്ട് ഇന്റിജർ വാല്യൂസ് വെച്ചിട്ടാണ് ഇതിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ ഫോർ
ഫോർ ലൂപ്പിനകത്ത് നമ്മൾ എന്നും കൊടുക്കുന്ന പോലെ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 200. 200 ലെങ്ത്, 200 ഇതിന്റെ ലെങ്ത്. സോ ആ 200 വരെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഐ ലെസ് ദാൻ 200, ഐ ഈക്വൽ ടു ഐ പ്ലസ് പ്ലസ്. ദെൻ അത് ആണെങ്കിൽ ലെസ് ദാൻ 200 ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. സ്കോർസ് ഓഫ് ഐ ഈക്വൽ ടു സ്കോർസ് ഓഫ് ഐ പ്ലസ് 10. ഓക്കെ, ഇപ്പൊ സ്കോർസ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാല്യൂ 0. സ്കോർ ഓഫ് 0-നകത്ത് എന്ത് വാല്യൂ ആണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോർ ഓഫ് 0 പ്ലസ് 10 എന്നുള്ളൊരു വാല്യൂ ആണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ. നമ്മുടെ എക്സാമ്പിൾ പ്രോഗ്രാമിൽ നമുക്ക് തന്നിട്ടുള്ള കോഡ് ഇതാണ്. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റുന്നത്? ആദ്യം തന്നെ നമുക്ക് വേരിയബിളിന് രജിസ്റ്ററിലേക്ക് അസൈൻ ചെയ്യണം. സോ ഐ എന്ന് പറയുന്നത് S0 അല്ല സോറി S1. ഐ എന്ന് പറയുന്നത് S1 ആയിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. സ്കോർ ഓഫ് 200, അതായത് സ്കോർ ഓഫ് 200 എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് സ്കോർ ഓഫ് 200 എന്നുള്ളത് കൊടുക്കില്ല. അത് 200 സ്കോറും നമുക്ക് ഒറ്റ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് സ്കോർ ഓഫ് 200 സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കോർ ഓഫ് 0 വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അത് S0 എന്ന് പറയുന്ന രജിസ്റ്ററിലാണ് അതിന്റെ ബേസ് അഡ്രസ്. ഏതാണോ സ്കോർ ഓഫ് 0 എന്ന് പറയുന്നത് എവിടെയാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതാണ് അതിന്റെ ബേസ് അഡ്രസ്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഓക്കെ, S0 എന്ന് പറയുന്നത് അതിന്റെ ബേസ് അഡ്രസ് ആണ്. അതായത് S0 എന്ന് പറയുന്നത് സ്കോർ ഓഫ് 0, സ്കോർ ഓഫ് 0. ഓക്കെ, ബേസ് അഡ്രസ്. ഇനി നമുക്ക് ഇനീഷ്യലൈസേഷൻ ആണ് വരുന്നത്. ഇനീഷ്യലൈസേഷനിൽ ആദ്യം തന്നെ ഐന്റെ വാല്യൂ, ഐ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഫോർ ലൂപ്പിൽ 0 ആണെന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ആഡ് ഐ S1 0 0. അപ്പൊ ഐന്റെ വാല്യൂ ഇപ്പൊ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 200 ആണ്. ഇപ്പൊ 200 നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം, ഏതെങ്കിലും ഒരു ടെമ്പററി രജിസ്റ്ററിൽ. സോ അതിന് ആഡ് ആയി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടെമ്പററി രജിസ്റ്റർ. ഇവിടെ ഇപ്പൊ T2 എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. T2 0 200. അപ്പൊ T2ന്റെ വാല്യൂ എന്താ 200 ആയി. ഇനി നമ്മുടെ ഫോർ ലൂപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഫോർ ലൂപ്പിനകത്ത് നമ്മുടെ ആദ്യത്തെ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു. ഇനി ലെസ് ദാൻ 200 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ലൂപ്പിനകത്ത് എന്താണ് വരിക? 4 കോളൻ ഇട്ടിട്ടുണ്ട്. ലെസ് ദാൻ ആണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് കണ്ടീഷൻ BGE ആണ് വരിക. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരിക. സോ BGE ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഐയും അതുപോലെ തന്നെ 200 ആണ് കേട്ടോ. ഐ എന്ന് പറയുന്നത് S1-ലാണ്. സോ S1-ഉം ദെൻ 200 എന്ന് പറയുന്നത് ഈ ഒരു T2-ലാണ്. ഓക്കെ, സോ അവിടെ BGE S1 T2, S1-ഉം T2-യും ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഗ്രേറ്റർ ആണെങ്കിൽ ഡൺ അല്ലെ, ഗ്രേറ്റർ ആണെങ്കിൽ പിന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. ഡൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരിട്ട് ലാസ്റ്റ് ഇവിടേക്ക് പോകും. ഇനി ലെസ് ദാൻ ആണെങ്കിലാണ് നമുക്ക് ഈ ഒരു താഴത്തെ കണ്ടീഷൻ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ലെസ് ദാൻ ആണെങ്കിൽ നമുക്ക് താഴത്തെ കണ്ടീഷൻ ചെയ്യണം. അതിന് സ്കോർ ഓഫ് ഐ ഈക്വൽ ടു സ്കോർ ഓഫ് ഐ പ്ലസ് 10 ആണ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്ക് വേറൊരു ടെമ്പററി രജിസ്റ്റർ വേണം. ആ ഒരു ടെമ്പററി രജിസ്റ്ററിലേക്കാണ്. കാരണം നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇൻഡെക്സ് വെച്ചിട്ടാണ്. ആ ഇൻഡെക്സ് ഇരിക്കുന്നത് ഓരോന്നും ഓരോ അഡ്രസ്സിലാണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് S1 എന്ന് പറയുന്നത് നമ്മുടെ ഐ ആണ് അല്ലെ. ഇപ്പൊ ഒരു ഐ വാല്യൂനെയാണ് നമ്മൾ എന്താ പറയാ, ഐ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ അതിനെ സോഴ്സ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ സോഴ്സ് ഓഫ് 0, സോഴ്സ് ഓഫ് 1, സോഴ്സ് ഓഫ് 2, സോഴ്സ് അല്ല സോറി സ്കോർസ് ഓഫ് 0, സ്കോർസ് ഓഫ് 1, സ്കോർസ് ഓഫ് 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ ഇൻഡെക്സ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ആ ഐ വാല്യൂ നമുക്ക് എന്താ പറയാ 4 ബൈറ്റ്സിന്റെ ഗ്യാപ്പിലാണ് പോകുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് SLLI യൂസ് ചെയ്തിട്ട്, SLLI നമ്മൾ മുൻപത്തെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SLLI നമ്മൾ ഒരു പ്രാവശ്യം ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു 1 വെച്ചിട്ട് ഒരു പ്രാവശ്യം ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരിക എന്നുള്ളത്. അപ്പൊ 2 പ്രാവശ്യം ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്താവും? 4ന്റെ മൾട്ടിപ്പിൾ ആവും. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നതുമാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ എക്സാമ്പിൾ പറയണ 5നെ നമ്മൾ 1 ടൈം ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, 1 പൊസിഷൻ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 5 മാറി 10 ആവും. അതിന്റെ അർത്ഥം 5 into 2, അത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇപ്പൊ 10-നെയാണ് നിങ്ങൾ 1 ടൈം ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 10 into 2 20യുടെ ഡെസിമൽ വാല്യൂ ആയിരിക്കും, ബൈനറി വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ അത് 1 പ്രാവശ്യം ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ്. ഇവിടെ നമ്മൾ 2 ടൈംസ് ആണ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 2 ടൈംസ് ആണ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ S1 എന്ന് പറയുന്ന ഐനെ 2 ടൈംസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബൈ 4 ആണ്. ഓക്കെ, ഐന്റെ മൾട്ടിപ്പിൾ ബൈ 4 ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നത് ഈ T0 എന്ന് പറയുന്ന ഒരു ടെമ്പററി രജിസ്റ്ററിലാണ്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്രസ് ഒക്കെ നമുക്ക് വേറൊരു ആ ഒരു രജിസ്റ്ററിലേക്ക് മാറ്റണം. അപ്പൊ ആദ്യം രജിസ്റ്ററിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് ആഡ്
T0 T0 S0. ഓക്കെ, അപ്പൊ ആദ്യത്തെ അഡ്രസ് എന്ന് പറയുന്നത് സ്കോറിന്റെ ബേസ് അഡ്രസ് ആണ്. ആ ബേസ് അഡ്രസ്സും ഈ ഒരു T0 എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ മാറ്റി. ഓക്കെ, അഡ്രസ് ഓഫ് സ്കോർസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ആഡ് T0 T0 S0. ഇനി നമ്മൾക്ക് ഓരോ ഈ ഒരു വാല്യൂനെയും നമുക്ക് ലോഡ് ചെയ്തെടുക്കണം. എവിടെ നിന്ന് എടുക്കണം? ഈ ഒരു മെമ്മറി അഡ്രസ്സിൽ നിന്ന് എടുക്കണം. ഓക്കെ, T0-നകത്താണല്ലോ ഈ ഒരു സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മളിപ്പോ ഓരോ 4 ബൈറ്റ് ഗ്യാപ്പില് ഓരോ അഡ്രസ്സിനെയും നമ്മൾ ഈ ഒരു T0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി T0 ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ലോഡ് വേർഡിന്റെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. T0 ഓഫ് 0 എന്ന് പറയുമ്പോൾ രജിസ്റ്ററിൽ T0 രജിസ്റ്ററിൽ നിന്ന് അതിന്റെ 0 അഡ്രസ്സിന് നമ്മൾക്ക് എവിടേക്ക് ലോഡ് ചെയ്യണം? T1 എന്ന് പറയുന്ന വാല്യൂലേക്ക് ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ സ്കോർസ് ഓഫ് I അല്ലെങ്കിൽ സ്കോർസ് ഓഫ് 0-നെ T1-ലേക്ക് ലോഡ് ചെയ്തു. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനുള്ളത് നോക്കുക. സ്കോർ ഓഫ് 0 ഈക്വൽ ടു സ്കോർ ഓഫ് 0 പ്ലസ് 10 ആണ്. ഓക്കെ, സ്കോർ ഓഫ് I പ്ലസ് 10. അപ്പൊ ആ സാധനത്തിന് നമ്മൾ T1-ൽ, ഇപ്പോ സ്കോർ ഓഫ് 0 ഇരിക്കുന്നത് T1-ലാണ്. ഓക്കെ, T1-ലാണ്. ആ T1-ഉം പ്ലസ് 10 ആണ് ചെയ്യേണ്ടത്. 10 ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം? ആഡ് ഐ യൂസ് ചെയ്തിട്ട് അത് തിരിച്ച് സ്റ്റോർ ചെയ്യുന്നത് അത് T1 പ്ലസ് 10-നെ തിരിച്ച് സ്റ്റോർ ചെയ്യുന്നത് T1-ൽ തന്നെയാണ്. ഇപ്പൊ ടെമ്പററി രജിസ്റ്റർ 1-ലാണ് നമ്മുടെ സ്കോർ ഓഫ് I ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ I-ന്റെ വാല്യൂ 4 ബൈറ്റ് കൂട്ടി മാറിക്കൊണ്ടേയിരിക്കും ഈ SLI ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പൊ T1 ഈക്വൽ ടു T1 ആഡ് I T1, T1, 10 ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇക്വേഷൻ സ്കോർ ഓഫ് I പ്ലസ് 10 എന്നുള്ളത് T1-ലേക്ക് രജിസ്റ്റർ ആവും. T1-ലാണ് നമ്മൾ സ്കോർ ഓഫ് I സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി അത് നമ്മൾക്ക് തിരിച്ച് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യണം അല്ലെ? ഈ ഓരോ ഇൻസ്ട്രക്ഷനെ, അതായത് ഓരോ സ്കോർ ഓഫ് 0, സ്കോർ ഓഫ് 1, സ്കോർ ഓഫ് 2 എന്ന് പറയുന്ന ഓരോ വാല്യൂനെയും തിരിച്ച് നമുക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോർ വേർഡ്. ഇനി ആ സ്റ്റോർ വേർഡിനെ T1-ൽ നിന്ന് തിരിച്ച് T0-യിലേക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, T1-ൽ നിന്ന് തിരിച്ച് T0-ന്റെ 0th പൊസിഷനിലേക്ക് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യാണ്. സ്കോർ ഓഫ് I is equal to T1. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു ഇൻക്രിമെന്റേഷൻ പാർട്ട് I-നെ ഇൻക്രിമെന്റ് ചെയ്യുക. ആഡ് I S1, S1, 1 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻക്രിമെന്റ് ആയിട്ട് വരും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണത്. ആഡ് I S1, 1 കൊടുത്തു കഴിഞ്ഞാൽ I-ന്റെ വാല്യൂ I ഈക്വൽ ടു I പ്ലസ് 1 എന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആവും. ദെൻ J4. അപ്പൊ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഈ ഒരു ലെസ് ദാൻ 200 ആവുന്ന വരെ, BGE ലെസ് ദാൻ 200 വരുന്നത് വരേക്കും ഈ കണ്ടീഷൻ നമ്മൾ ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. 4 കഴിഞ്ഞിട്ട് J4, ജംപ് 4 കേട്ടോ. അപ്പൊ ജംപ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇത് വീണ്ടും 4-ലേക്ക് ജംപ് ചെയ്യും. എന്നിട്ട് വീണ്ടും അത് അടുത്തത് S1-ന്റെ വാല്യൂ ഇവിടെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തു, പ്ലസ് 1 ചെയ്തിട്ട് ഇപ്പൊ 0 എന്നുള്ളത് 1 ആയി. 1-ഉം ലെസ് ദാൻ 200 ആണ്. അങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോ അത് ഗ്രേറ്റർ ദാൻ 200 ആവുമ്പോഴത്തേനും ആ ഒരു പ്രോഗ്രാം ഇവിടെ ഡണ്ണിലേക്ക് പോകും. ഗ്രേറ്റർ ദാൻ 200 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൺ വരും. ഡണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് ഡൺ കഴിഞ്ഞാൽ പ്രോഗ്രാം സ്റ്റോപ്സ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ബൈറ്റ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്പേഴ്സിനെ ഒക്കെ നമ്മൾക്ക് ബൈറ്റ് വാല്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബൈറ്റ് വാല്യൂല് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആൻഡ് വേർഡ്സ്, അതായത് ക്യാരക്ടേഴ്സ്, നമ്മൾ സി പ്രോഗ്രാമിംഗിൽ CHAR എന്ന് വെച്ചിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ഡേറ്റ ടൈപ്പ് വെച്ച് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് നമുക്ക് ഇവിടെ ഇതുപോലെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആണ്. സോ നമുക്ക് ഈ ഒരു ASCII കോഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ 1963-ലാണ് ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് അസോസിയേഷൻ എന്താ പറയാ ഈ ASCII കോഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ASCII കോഡ് വന്നതോട് കൂടിയിട്ട് ഓരോ ക്യാരക്ടറിനും ഓരോ യൂണിക് ബൈറ്റ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇത് നമ്മളുടെ കീബോർഡിലുള്ള ക്യാരക്ടേഴ്സിന്റെ എല്ലാം ASCII കോഡുകളാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ലോഡ് വേർഡും സ്റ്റോർ വേർഡും പഠിച്ചതുപോലെ തന്നെ നമുക്കിപ്പോ പറഞ്ഞത് നമ്മൾ യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ്, യൂണിക് ബൈറ്റുകളായിട്ടായിരിക്കും ഈ ഒരു ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ബൈറ്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ലോഡ് ബൈറ്റ് അൺസൈൻഡ് സ്റ്റോർ ബൈറ്റും. ഓക്കെ, അപ്പൊ അതിൽ ലോഡ് ബൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയാ ഓരോ ഇൻഡിവിജ്വൽ ബൈറ്റ് ആയിട്ട് ആക്സസ് ചെയ്യും. ലോഡ് ബൈറ്റ് അൺസൈൻഡ് എന്ന്
പറയുമ്പോൾ അതിൽ സീറോ എക്സ്റ്റൻഷൻ ആണ്. അതെന്താന്നുള്ളത് പറയാം. ഓക്കെ, സ്റ്റോർ ബൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള രജിസ്റ്ററിലേക്ക് നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനത്തിന് തിരിച്ച് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോർ ബൈറ്റ്. ഓക്കെ, അപ്പോ ഈ ഒരു സ്റ്റോർ ബൈറ്റ് LB എന്ന് ലോഡ് ബൈറ്റ് എന്ന് പറയുമ്പോൾ മെമ്മറിയിലുള്ള ഒരു അഡ്രസ്, നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറിയിലുള്ള ആ ഒരു ബൈറ്റിനെ നമ്മൾ ഒരു സ്പെസിഫിക് രജിസ്റ്ററിലേക്ക് എന്താ ലോഡ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു സ്പെസിഫിക് രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 32-bit രജിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ആ ഒരു 32-bit രജിസ്റ്ററിലേക്ക് മെമ്മറിയിലുള്ള ഒരു ബൈറ്റിനെ നമ്മൾ ലോഡ് ചെയ്ത് വെക്കുകയാണ് LB ചെയ്യുന്നത്. ഓക്കെ, ദെൻ SB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 32-bit രജിസ്റ്ററിലേക്ക് കൊണ്ട് ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വാല്യൂവിന്റെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റ് മാത്രം എടുത്തിട്ട് നമുക്ക് മെമ്മറിയിൽ ഏത് പൊസിഷനിലേക്കാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ പൊസിഷനിലേക്ക് ആ ഒരു അഡ്രസ്സിലേക്ക് കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, S4 എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആണ്. അതിന്റെ ബേസ് അഡ്രസ് എന്ന് പറയുന്നത് 0xD0 ആണ്. ഓക്കെ, 0xD0. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻ LBU S1, 2 S4 എന്ന് കൊടുത്തിട്ടുണ്ട്. S1, 2 S4. അപ്പൊ ബേസ് അഡ്രസ് 0xD0 ആണ്. ഈ S4 എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ ബേസ് അഡ്രസ് 0xD0. പക്ഷെ നമുക്ക് ഈ ഒരു 0xD2-ലുള്ള ബൈറ്റിനെ ആണ് എവിടെ കൊണ്ടുവെക്കേണ്ടത്? ഈ S1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പം 0xD0 ആണ് ഇവിടുത്തെ ബേസ് അഡ്രസ്. ആ ഒരു 0xD0ന്റെ കൂടെ 2 കൂട്ടണം. ഓക്കെ, അപ്പൊ 0xD2 എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ആ ഒരു ബൈറ്റ് വാല്യൂനെ ഈ S1 എന്ന് പറയുന്ന ഒരു 32-bit രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാനാണ് LBU. ഓക്കെ, അങ്ങനെ ലോഡ് ചെയ്യുന്ന സമയത്ത് 32-bit രജിസ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു S4 എന്ന് പറയുന്ന ആ ഒരു മെമ്മറിക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ LSB ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റ് മാത്രമായിരിക്കും അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അപ്പോ 32 ബിറ്റിലേക്ക് നമ്മൾ ഈ ഒരു വാല്യൂവിനെ ലോഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള അത് 32 ബിറ്റ് തകർക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഒരു ബൈറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആയിരിക്കും. ആ ഒരു 8 ബിറ്റ് കൂടാതെ വരുന്ന ബാക്കി 32 ബിറ്റിന്റെ ബാക്കി എല്ലാ പൊസിഷൻസും എന്ത് 0 വെച്ച് ഫില്ല് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ഒരു ബൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു ബൈറ്റിൽ 8 ബിറ്റ് ആയിരിക്കും ഉണ്ടാവുക. 32 ബിറ്റില് 8 ബിറ്റ് കഴിഞ്ഞ് ബാക്കി വരുന്ന എല്ലാ ബിറ്റ്സും, ബാക്കി എത്ര എണ്ണം വരും? 24 ബിറ്റ്സ് അല്ലെ? ആ ഒരു 24 ബിറ്റ്സും എന്താ വെച്ച് ഫില്ല് ചെയ്യും? 0 വെച്ച് ഫില്ല് ചെയ്യും. അതുകൊണ്ടാണ് ഈ LBU ഇവിടെ 0 എക്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 0 എക്സ്റ്റൻസ് എന്ന് പറഞ്ഞത് ക്ലിയർ ആയിണ്ടാവും എന്ന് വിചാരിക്കും. അതേ സമയത്ത് LB എന്ന് പറയുന്നത് സൈൻ എക്സ്റ്റൻഷൻ ആണ്. സൈൻ എക്സ്റ്റൻസ്. അപ്പൊ സൈൻ എക്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതേ സെയിം കാര്യം തന്നെ S4 എന്ന് പറയുന്ന രജിസ്റ്റർ. S4ന്റെ ബേസ് അഡ്രസ് ഇരിക്കുന്നത് 0xD0 ആണ്. പക്ഷെ D0ന്റെ കൂടെ 3 കൂട്ടണം. ഓക്കെ, 0xD3 0xD3 എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ആ ഒരു ബൈറ്റിനെ ലോഡ് ചെയ്ത് S2 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, S2 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യണം. അപ്പോ S2 എന്ന് പറയുന്നത് 32-bit രജിസ്റ്റർ ആണ്. 32-bit രജിസ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിയുള്ള 24 ബിറ്റും സൈൻ എക്സ്റ്റൻഷൻ ആണ്. സൈൻ ആയിട്ടായിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പർ 24 ബിറ്റ് ഇവിടെ സൈൻ എക്സ്റ്റൻഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള 8 ബിറ്റ് ഈ S4ന്റെ 0xD3 അഡ്രസ്സിൽ നിന്ന് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് സൈൻ എക്സ്റ്റൻഷൻ ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് U ഒന്നും ഇല്ലാത്തത്. ഇതെന്താണ്? അപ്പൊ സൈൻഡ് ആണ്. ഓക്കെ, അപ്പം ഇത് സൈൻ ഇല്ല, ബാക്കി എല്ലാം 0 കൊണ്ട് ഫില്ല് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് അൺസൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ലോഡ് ബൈറ്റ് അൺസൈൻഡ്. ഓക്കെ, അൺസൈൻഡിന് ഇവിടെ സൈൻ ഉണ്ടാവില്ല. സൈനിന് പകരം എല്ലാം 0 വെച്ച് ഫില്ല് ചെയ്യും. സോ അത് 0 എക്സ്റ്റൻഷൻ ആണ്. LBK എന്ന് പറയുമ്പോൾ അത് സൈൻഡ് ആയിരിക്കും. സോ അവിടെ സൈൻ എക്സ്റ്റൻഷൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്ത ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ബൈറ്റ് SB. സ്റ്റോർ ബൈറ്റ് എന്ന് പറയുമ്പോൾ അതേ സെയിം എന്താണ്? ഈ ഒരു S3 എന്ന് പറയുന്ന രജിസ്റ്റർ, S3 എന്ന് പറയുന്നത് ഒരു 32-bit രജിസ്റ്റർ ആണ്. 32-bit രജിസ്റ്ററിലുള്ള ആ ഒരു വാല്യൂവിനെ എന്താ എവിടേക്കാ കൊണ്ടുപോയിട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് S4ന്റെ ബേസ് അഡ്രസ് ആണ് അല്ലെ? ബേസ് അഡ്രസ് ആണ്. അപ്പൊ 0xD0. അപ്പം 0xD0 അതായത് S3യിലുള്ള ആ ഒരു ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റ്. S3 എന്ന് പറയുമ്പോൾ അഡ്രസ്, അതായത് ബേസ് അഡ്രസിന്റെ ബേസ് അഡ്രസ് ഓഫ് S4 എന്ന് പറയുന്നത് 0xD0 ആണ്.
അതിന്റെ തൊട്ട് മുമ്പാണ് S3 വരിക അല്ലെ. അപ്പൊ S3 എന്ന് പറയുന്ന S3യുടെ അഡ്രസ് എന്താ 0x9b. ഓക്കെ, 0x9b എന്ന് പറയുന്ന ആ S3യിലെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റിനെ എടുത്തിട്ട് S4 എന്ന് പറയുന്നത് 0xd0, അതിന്റെ കൂടെ 1 കൂടി ആഡ് ആവുമ്പോൾ 0xd1 അവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം S3 ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റ് എടുത്തിട്ട് S3യിലുള്ള ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റ് എടുത്തിട്ട് 0xd1 കൊണ്ടുവന്നിട്ട് സ്റ്റോർ ആക്കും. ഓക്കെ, അതാണ് SB. ഓക്കെ, ഇനി നമ്മുടെ ലോഡ് വേർഡ് അതുപോലെ തന്നെ ലോഡ് ബൈറ്റ് പോലെ ഇനി നമുക്കൊരു വേർഡിന്റെ പകുതി എന്താ പറയാ ലോഡ് ചെയ്യാൻ പറ്റും. ഹാഫ് വേർഡ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് LHU SH. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു വേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് 32 ബിറ്റ് ആണ്. 32 ബിറ്റിന് നമ്മൾ ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി ആയതുകൊണ്ട് 8 ബിറ്റ്സ് ആക്കിയിട്ട് ഒരു ബൈറ്റ് ആണ്. അപ്പൊ ഒരു ബൈറ്റ് 32 ബിറ്റ് പറയുമ്പോൾ ടോട്ടൽ 4 ബൈറ്റ് ആണ് ഒരു വേർഡ്. അപ്പൊ ആ ഒരു വേർഡ് 4 ബൈറ്റ് ആയതുകൊണ്ട് തന്നെ അഡ്രസ് എല്ലാം തന്നെ 4 ബൈറ്റിന്റെ ഗ്യാപ്പിലായിരിക്കും പോവാന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഹാഫ് വേർഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പറേഷൻ ഒക്കെ 32 ബിറ്റ്സിലാവില്ല, 16 ബിറ്റ് ഡേറ്റയിലാവും. ഓക്കെ, ഇനി ഈ LB USBന്റെ എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് എഴുതുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് എഴുതണേ. ദെൻ ഇനി നമ്മൾക്ക് ഇനി സ്ട്രിങ്സിന്റെ കാര്യം പറയാം. അപ്പൊ ക്യാരക്ടേഴ്സ് കുറച്ച് സീക്വൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ക്യാരക്ടേഴ്സിനെ നമുക്ക് സ്ട്രിംഗ് എന്ന് പറയാം. അപ്പൊ സ്ട്രിങ്സ് എന്ന് പറയുന്നത് വേരിയബിൾ ലെങ്ത് ആണെന്നുള്ളതും നമുക്കറിയാം. അപ്പൊ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഓക്കെ, ഇപ്പൊ നമ്മൾ C പ്രോഗ്രാമിംഗിൽ ഒരു നൾ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളൊരു സ്ട്രിങ്ങിന്റെ എൻഡില് നൾ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ആ ഒരു സ്ട്രിങ് അവിടെ എൻഡ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഹെലോ എന്ന് പറയുന്ന ഒരു വേർഡ് ആണ്. അപ്പൊ ഹെലോ എന്ന് പറയുമ്പോൾ ഇത് H ആണ്, ഇത് E ആണ്, ഇത് L ആണ്, ഇത് L ആണ്, ഇത് O ആണ്. ഓക്കെ, അപ്പൊ HELLO. പിന്നെ ഈ ഒരു എക്സാമ്പിളിൽ ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട്, ആ എക്സ്ക്ലമേഷൻ മാർക്കാണ് ഇത് ഈ 21. അതിനുശേഷം ഇത്രയും ആ ഒരു സ്ട്രിങ് അവിടെ കഴിഞ്ഞു. ഇനി ആ ഒരു സ്ട്രിങ് എൻഡ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ ഇവിടെ 2 0 ഇട്ടിട്ടുണ്ട്. ഇതാണ് നൾ ക്യാരക്ടർ. ഓക്കെ, അപ്പൊ നൾ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രിങ് എൻഡ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ഈ സ്ട്രിങ് എന്ന് പറയുന്നത് 7 ബൈറ്റ് ആണ്. ഓക്കെ, ഓരോ ബൈറ്റ് ആണ് ഈ കാണിക്കുന്നത്. 1 2 3 4 5 6 and 7. ഓക്കെ, അപ്പൊ അതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് നോക്കുക, ഈ 1522FFF0 ഇവിടെ തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അത് 4 ബൈറ്റിന്റെ ഗ്യാപ്പിലാണ് നമുക്ക് പോവാന്ന് അറിയാലോ. സോ അവിടെ അടുത്തത് 1522FFF4. ഓക്കെ, അപ്പൊ അടുത്തത് എന്താ വരിക? 1522FFF8. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ ഗ്യാപ്പിലായിരിക്കും ഈ ഒരു 7 ബൈറ്റ്സ് പോവാ. അപ്പൊ അത് എന്താ സ്ട്രിങ് ഇങ്ങനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അടുത്തതൊരു ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് LB and SB to access a character array. ഒരു ക്യാരക്ടർ അറേ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് LBയും SBയും യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഒരു 10 എൻട്രി ഉള്ള ഒരു അറേ ആണ്. അതിനകത്ത് ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഇപ്പോൾ ലോവർ കേസ് മുതൽ അപ്പർ കേസ്ക്ക് മാറ്റുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് മാറ്റുന്നത് നമുക്ക് ഓരോ അറേ എൻട്രിയിൽ നിന്നും 32 മൈനസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു അതിനുള്ളൊരു ഹൈ ലെവൽ കോഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് അതിനെ RISC-V കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ എലമെന്റും ഓരോ ബൈറ്റ് ആണ്, 4 ബൈറ്റ് അല്ല. അതുപോലെ കോൺസിക്യൂട്ടീവ് അഡ്രസ്സസ് ആണ്. അതുപോലെ തന്നെ അറേ S0 ആണ്. S0 ആണ് ഈ ഒരു അറേയുടെ ബേസ് അഡ്രസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈ ലെവൽ കോഡ് നോക്കാം. ഇന്റിജർ int I for I equal to 0, I less than 10, I equal to I plus 1. Then character array 5 equal to character array 5 minus 32. ഇത്രയാണ് നമ്മുടെ കോഡ്. ഇനി ഇതിനെ നമുക്ക് RISC-V കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യുക? വേരിയബിൾ ഡിക്ലറേഷൻ നോക്കണം അല്ലെ. വേരിയബിൾ ഡിക്ലറേഷൻ നോക്കണം. എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കുക, എത്ര ഇത് എന്താ പറയാ കോൺസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് നോക്കുക. അതിനൊക്കെ നമ്മളൊരു അറേ രജിസ്റ്റർ കൊടുക്കുക. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ളത് S0 എന്ന് പറയുന്ന രജിസ്റ്റർ ബേസ് അഡ്രസ് ആണെന്ന് തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. S0 is the base address. Then I എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിന് ഒരു രജിസ്റ്റർ കൊടുക്കുക, S1. ഓക്കെ, S1 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഐന് കൊടുത്തു. S0 എന്ന് പറയുന്നത് ബേസ് അഡ്രസ് ആയിട്ട് കൊടുത്തു.
ഇനി നമ്മൾക്ക് എന്തൊക്കെയാണ് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇനീഷ്യലൈസേഷൻ വന്നിട്ടുള്ളത് ഐന്റെ വാല്യൂ 0 എന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐ ലെസ് ദാൻ 10 ആണ് ചെക്ക് ചെയ്യേണ്ടത്. 10 എന്ന് പറയുമ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് കമ്പാരിസണിൽ കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഒരു ടെമ്പററി രജിസ്റ്ററിലേക്ക് ആ ഒരു വാല്യൂനെ ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആഡ് ഇമ്മീഡിയറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. സോ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആഡ് ഐ S1 0 0. എന്താ മീൻ ചെയ്യുന്നത്? S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐന്റെ വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തതാണത്. S1 ഈക്വൽ ടു 0 രജിസ്റ്ററിലുള്ള 0 വാല്യൂ പ്ലസ് ഈ ഒരു 0. ഓക്കെ, ആഡ് ഐ S1 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 പ്ലസ് 0, 0 വിൽ ബി ആഡഡ് ടു ദിസ് S1. ഓക്കെ, അപ്പൊ ഐന്റെ വാല്യൂ 0 ആയി. അതിനടുത്തതിന് നമുക്ക് 10 ആണ്. 10 എന്ന് പറയുമ്പോൾ ഇതാണ് 10. 10 എന്ന് പറയുമ്പോൾ 10നെ നമ്മൾക്ക് ഏതിലെ ഒരു ടെമ്പററി രജിസ്റ്ററിലേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും ആഡ് ഐ യൂസ് ചെയ്തിട്ടുണ്ട്. ആഡ് ഐ T3 എന്ന് പറയുന്ന ഒരു ടെമ്പററി രജിസ്റ്റർ ആണ്. ആ ഒരു ടെമ്പററി രജിസ്റ്ററിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 0 രജിസ്റ്റർ പ്ലസ് 10 ആണ്. 0 രജിസ്റ്റർ 0, 0 പ്ലസ് 10 വിൽ ബി 10, 10 വിൽ ബി സ്റ്റോർ ടു T3. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് ഇൻസ്ട്രക്ഷൻ വരുന്നത്. ഇപ്പൊ നമുക്ക് ഇനിഷ്യലൈസേഷനും ഡിക്ലറേഷനും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഐ ലെസ് ദാൻ 10 ആണ് നമ്മളുടെ കണ്ടീഷൻ. ഓക്കെ, നമുക്കിവിടെ എടുക്കുമ്പോൾ നമ്മൾ എന്താ ലെസ് ദാൻ തന്നെയാണോ എടുക്കുക? അല്ല, ഇതിനകത്ത് വരുമ്പോൾ ഫോർ ലൂപ്പ് 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 കൊടുത്തു. ദെൻ നമ്മുടെ കണ്ടീഷൻ ഇസ് BGE. ലെസ് ദാൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരിക. BGE എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുക? ഐയും 10ഉം. ഐ എന്ന് പറയുന്നത് S1ലും 10 എന്ന് പറയുന്നത് T3യിലുമാണ് ഉള്ളത്. അപ്പൊ S1ഉം T3യും കൂടിയിട്ടാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, BGE S1 T3, BGE S1 T3. ഇനി S1 ഗ്രേറ്റർ ദാൻ T3 ആണെങ്കിൽ അതോടുകൂടി പ്രോഗ്രാം കഴിഞ്ഞു. നമുക്ക് ലെസ് ദാൻ ആണ് ആവശ്യമുള്ളത്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ പ്രോഗ്രാം കഴിഞ്ഞു. ഡൺ. ഡൺ വന്നു കഴിഞ്ഞാൽ നേരെ ഇപ്പുറത്തെ താഴെ ഒരു ഡണ്ണിലേക്ക് പോകും. താഴെയുള്ള ഡൺ, പ്രോഗ്രാം അവസാനിച്ചു. ഓക്കെ, ഇനി അതല്ല ലെസ് ദാൻ ആണെങ്കിലാണ് നമ്മൾ ബാക്കിയുള്ള ആ ഒരു കണ്ടീഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാരക്ടർ അറേ ആണ്. ക്യാരക്ടർ അറേ ആവുമ്പോൾ നമ്മൾക്ക് എന്താണ് ഈ ഐന്റെ വാല്യൂ 10 വരെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. ഇവിടെ ഐന്റെ വാല്യൂ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ 0 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 തൊട്ടിട്ട് 10 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 9 വാല്യൂസ് ആയിരിക്കും ഈ ഒരു ക്യാരക്ടർ അറേയുടെ ഉള്ളിൽ കൂടി പോവുക. അതായത് ക്യാരക്ടർ അറേ ഓഫ് 0 ഈക്വൽ ടു ക്യാരക്ടർ അറേ ഓഫ് 0 മൈനസ് 32, character array of 1 equal to character array of 1 minus 32, character array of 2 equal to character of 2 minus 32. ഇങ്ങനെ ആയിരിക്കും നമുക്ക് പോവാം. അങ്ങനെ 9 വരെ വരും. അപ്പൊ അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ 0th വാല്യൂനെ എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മള് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ith വാല്യൂ 0 അല്ലെ, ഐയുടെ വാല്യൂ 0യും ഈ ഒരു ബേസ് അഡ്രസ് നമ്മുടെ S0 എന്ന് പറയുന്ന ബേസ് അഡ്രസ്സും കൂടി ആഡ് ആക്കിയിട്ട് T4 എന്ന് പറയുന്ന ഒരു ടെമ്പററി രജിസ്റ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു 0th പൊസിഷനിലുള്ള ക്യാരക്ടർ അറേയുടെ അഡ്രസ് ആണ് T4ലേക്ക് സ്റ്റോർ ആക്കുന്നത്. ഓക്കെ, അപ്പോ S0 പ്ലസ് S1, S0 ബേസ് രജിസ്റ്ററും S1 എന്ന് പറയുന്നത് ഐ വാല്യൂ. ഓക്കെ, അപ്പോൾ ബേസ് രജിസ്റ്റർ പ്ലസ് 0th വാല്യൂ ചെയ്ത് കിട്ടുന്ന ആ ഒരു വാല്യൂ, ആ ഒരു ആൻസർ അഡ്രസ്സിനെ എവിടേക്കാ സ്റ്റോർ ചെയ്യുക? T4ലേക്ക് സ്റ്റോർ ആക്കി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ith പൊസിഷൻ, അതായത് T4ൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ith അഡ്രസ്സിലുള്ള വാല്യൂനെ T5 എന്ന് പറയുന്ന ഒരു ടെമ്പററി രജിസ്റ്ററിലേക്ക് തൽക്കാലം മൂവ് ചെയ്യണം അല്ലെങ്കിൽ ലോഡ് ചെയ്യണം. ഓക്കെ, T4നകത്ത് നമ്മൾ ക്യാരക്ടർ അറേ ഓഫ് 0ന്റെ അഡ്രസ്സിലുള്ള വാല്യൂ ആക്കി വെച്ചിട്ടുണ്ട്. ആ വാല്യൂനെ, ആ ഒരു 0th വാല്യൂ ഓഫ് T4നെ T5 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്തു. ഓക്കെ, ആഡ് ചെയ്ത് വെച്ച സാധനത്തിന് ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ T5 ഇപ്പോ എന്താ പറയാ, ആ T4ലുള്ള വാല്യൂ ഇപ്പോ T5ൽ ഉണ്ട്. ഇനി ആ T5ലുള്ളത് ക്യാരക്ടർ അറേ ഓഫ് 0 ആണ് കേട്ടോ. അപ്പൊ ആ ഒരു T5 ഈക്വൽ ടു ക്യാരക്ടർ അറേ ഓഫ് T5 ഈക്വൽ ടു T5 മൈനസ് 32. ഇവിടെ നമുക്ക് മൈനസ് 32 എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആഡിന് പകരം ആഡ് ഐ മതിയാവും. ഓക്കെ, ആഡ് ആവശ്യമില്ല. ഇവിടെ രജിസ്റ്റർ അല്ല. മൈനസ് 32 എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ഇമ്മീഡിയറ്റ് വാല്യൂ ആണ്. ഇമ്മീഡിയറ്റ് വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് മതി? ആഡ് ഐ മതി. അപ്പൊ ആഡ് ഐ T5, T5, 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ അറേ ഓഫ് 0
കോമ ക്യാരക്ടർ അറേ ഓഫ് 0 മൈനസ് 32 ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ആ കിട്ടിയ വാല്യൂ, ആ T5 ഇപ്പൊ കിട്ടിയിട്ടുള്ള വാല്യൂനെ തിരിച്ച് ആ മെമ്മറിയിലേക്ക് T4 ഓഫ് 0 ഉണ്ടല്ലോ, 0th പൊസിഷൻ T4ന്റെ ഉള്ള ആ ഒരു വാല്യൂലേക്ക് സ്റ്റോർ ചെയ്യും വേണം. നമ്മൾ എന്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന്റെ പർപ്പസ് കഴിയുമ്പോൾ ആ ഒരു ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ആക്കും വേണം. അപ്പോൾ സ്റ്റോർ ബൈറ്റ്, അതിനെ എടുത്ത് സ്റ്റോർ ബൈറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, T5 നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂനെ 0 ഓഫ് T4ലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ ക്യാരക്ടർ അറേ ഓഫ് 0 ക്യാരക്ടർ അറേ ഓഫ് 0യിലുള്ള വാല്യൂ ഇപ്പോൾ തിരിച്ചു T4ലേക്ക് പോയി. ഇനി ഓരോ പ്രാവശ്യം നമ്മൾക്ക് ഇതിപ്പോ ഒരു പ്രാവശ്യമല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്, ക്യാരക്ടർ അറേ ഓഫ് 0th വാല്യൂ ആണ് നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ പ്രാവശ്യവും നമുക്കിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണല്ലോ നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യാത്തൊരു കാര്യം ഉണ്ട്, ഇനി i = i+1 നമ്മൾ കൊടുത്തിട്ടില്ല. ഈ i+1 ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ക്യാരക്ടർ അറേ ഓഫ് 0 മാറിയിട്ട് ക്യാരക്ടർ അറേ ഓഫ് 1 ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ആഡ് ആയി S1 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് i ആണ്, i = i+1 എന്നുള്ള വാല്യൂ അവിടെ വരും. i+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ iന്റെ വാല്യൂ ഇപ്പൊ 0 ആണ്. 0 + 1 0 + 1 0 0 + 1 1. ആ 1 എന്നുള്ള വാല്യൂ ഇവിടെ ഈ ഒരു iയിലേക്ക് എന്താ പറയാ സ്റ്റോർ ആവും. ഓക്കെ, അപ്പൊ iന്റെ വാല്യൂ ഇപ്പൊ 1 ആയി. ഇനി iന്റെ വാല്യൂ 1 ആവുമ്പോ വീണ്ടും എവിടേക്ക് പോവും, ജമ്പ് ടു 4. ആ ഒരു എക്സിക്യൂഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ജമ്പ് ടു 4. ആഡ് ആയി എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇൻക്രിമെന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ജമ്പ് ടു 4, ഫോർ ലൂപ്പിലേക്ക് വീണ്ടും പോയി ജമ്പ് ചെയ്യുക. അപ്പൊ ഈ ഒരു എക്സിക്യൂഷൻ നമുക്ക് ഈ BGE എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വരെ ഈ ഒരു ഫോർ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടേയിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ലൂപ്പ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു പാർട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ വന്നോ കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.